ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈശോ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 25-ാം തിരുവചനം. എന്നാൽ ആദ്യമേ അവൻ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. മഹത്വത്തോടു കൂടി എഴുന്നള്ളി വരുന്ന കർത്താവ്, വിധിയാളനായിട്ട് കടന്നു വരുന്ന കർത്താവ്, അതിനു മുമ്പ് കർത്താവിന് മറ്റൊരു രൂപമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുക. അത് സഹനത്തിൻ്റെ, പീഡാസഹനത്തിൻ്റെ, മരണത്തിൻ്റെ ഒരു രൂപം. സഹനങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നു പോയിക്കൊണ്ട് ജീവിതത്തെ കുരിശിൽ ബലി അർപ്പിച്ചുകൊണ്ടാണ് അവിടുന്ന് മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പോകുന്നത് എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിലെ സഹനങ്ങൾക്കും ഒരു അർത്ഥമുണ്ട്. നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന അവസ്ഥകൾക്ക് ഒരു മാനമുണ്ട്. ഒന്നും വെറുതെയല്ല. നിന്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച് എന്തൊക്കെയോ പദ്ധതികളുണ്ടെന്നുള്ളതിൻ്റെ സൂചനയാണ് ജീവിതത്തിൽ നിനക്ക് അനുഭവപ്പെടുന്ന വീർപ്പുമുട്ടലുകൾ. ശ്രദ്ധാപൂർവം ഈശോയുടെ മുമ്പിലിരിക്കുമ്പോഴേ അതെന്താണെന്ന് വെളിപ്പെട്ട് കിട്ടത്തുള്ളൂ. സഹനങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ജീവിതത്തിൽ എന്തോ നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ നീ ഭൂകമ്പം ഉണ്ടാക്കിയാൽ അതിൻ്റെ അർത്ഥം നിനക്ക് പിടുത്തം കിട്ടത്തില്ല. ശാന്തതയിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ ദൈവം നിനക്ക് പറഞ്ഞു തരും ഈ ക്ലേശങ്ങളുടെ നടുവിൽ നിനക്കായിട്ട് കരുതി വച്ചിരിക്കുന്ന പദ്ധതികൾ. അതനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരകൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, സഹനങ്ങളുടെ സമയത്ത് നീ കരുതി വച്ചിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ധ്യാനിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. സഹനങ്ങൾ തകരാതെ നിന്നോട് ചേർന്ന് മുന്നോട്ട് പോകുവാൻ അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തെ എല്ലാവിധ നന്മകൾ കൊണ്ടും നിറയ്ക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.